Welcome to Nino's Diary. ഞാൻ നാൻസി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പിന്നെ ചെടികൾ എങ്ങനെ കുറച്ച് സ്പേസ് ഉള്ളവർക്ക് ഇപ്പം എല്ലാവരും പിന്നെ കോവിഡ് കാലത്ത് ഇപ്പോൾ എല്ലാവരുടെയും മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ എവിടുന്നൊക്കെ കിട്ടും അതെല്ലാം ശേഖരിച്ച് കൊണ്ടുവരിക, അത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതല്ലേ. അപ്പം കുറച്ച് സ്ഥലമുള്ളവർക്ക് എങ്ങനെ ചെടികൾ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ളതും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് മിക്കതും തന്നെ പറയുന്നുണ്ട് അധികം സൂര്യപ്രകാശം ഇല്ലാത്ത ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല, എന്നാൽ സൂര്യപ്രകാശവും വേണം. അങ്ങനെയുള്ളപ്പം ഓരോരുത്തർ വിളിച്ച് ചോദിക്കാറുണ്ട് എന്നോട്, അതെന്താ എങ്ങനെയാണ് പിന്നെ സൺലൈറ്റ് ഇല്ലാതെ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഈ ചെടികളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന്. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഈ സ്റ്റാൻഡും വെച്ച് പിന്നെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകും. ഇതായത് ഇവിടെ എനിക്ക് ജാതിയാണ്, ജാതിയുടെ നേരെ ചോട്ടിൽ എല്ലാ ചെടികളും കൂടെ വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ അതിന് വേറെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പിന്നെ സൂര്യപ്രകാശം ഇവിടുന്ന് കിട്ടുകയും ചെയ്യും, എന്നാൽ ജാതിയുടെ ഷെയ്ഡും കിട്ടും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ സ്റ്റാൻഡ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് 3 തട്ടുള്ള സ്റ്റാൻഡാണ് കണ്ടോ. ഞാൻ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയതിന് മൊത്തം 5000 രൂപയ്ക്ക് താഴെ ചിലവായിരിക്കുന്നു കേട്ടോ. ഇതിന് 10 അടി നീളവും അതുപോലെ തന്നെ 3.5 അടി ഉയരമാണ് ഉള്ളത്. ഇതിലും കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന 1 ഇഞ്ച് പൈപ്പാണ്. അതുപോലെ തന്നെ അത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടും ചെയ്യാൻ പറ്റും. യാതൊരു വിലക്കുറവും അതിനുണ്ടാകുകയില്ല കേട്ടോ. പിന്നെ ഒരു പൈപ്പിന് 450 രൂപയാണ് വില. 1 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിന് 450 രൂപ വില. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിന് 6 പൈപ്പ് വേണ്ടി വന്നു. 6 പൈപ്പിനും കൂടെ കൂടി അപ്പോൾ നമുക്ക് ചിലവാകുന്നത് 2700 രൂപയല്ലേ. പിന്നെ ഇത് പിന്നെ പണിക്കൂലി എന്ന് പറയുന്നത് 1700 രൂപ. 2 പേരുടെ പിന്നെ ഒരു തച്ച് 2 പേർക്കും ഓരോ തച്ച് വീതം 1700 രൂപ പണിക്കൂലിയായി. അതുപോലെ തന്നെ 500 രൂപ അതിൻ്റെ പെയിൻറ്റിങ്ങിനൊക്കെ കൂടെ കൂട്ടിക്കോ. അപ്പം നമുക്ക് ആകെ 4900 രൂപയോളം ഇതിന് ചിലവായി. അപ്പോൾ ഇതിനേക്കാളും കോസ്റ്റ് കുറച്ച് നമുക്ക് വേണം ചെയ്തെടുക്കാം. അതായത് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കണ്ടോ, അടിയിൽ കമ്പിയാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് പൈപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അടിയിൽ കണ്ടില്ലേ, ആ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷ് ഉപയോഗിക്കാം. ഇതുണ്ടോ, ഇപ്പം ഞാൻ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് നടുക്കൊരു കമ്പി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പൈപ്പ് തന്നെ നടുക്ക് പൈപ്പ് ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഒരു മിസ്റ്റേക്കാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്നുകിൽ മെഷ് ഇട്ടുണ്ടാക്കുക. അപ്പം എനിക്ക് ഇങ്ങനെ വെച്ചത് കാരണം ചെറിയ ചട്ടികൾ വെക്കുമ്പം ഈ ചട്ടി ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകും. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു ഷീറ്റ് മേടിച്ച് അതിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അത് ചെടിച്ചട്ടികൾ ശരിക്കും വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ മെഷിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. മെഷിൻ്റെ മുകളിലോട്ട് ചെടികൾ 2 ചട്ടി 3 ചട്ടിയൊക്കെ ചെറിയ ചട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ 2 ചട്ടി ഈസി ആയിട്ട് വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാം കേട്ടോ. എൻ്റെ മുറ്റത്തുള്ള ഒരു ജാതി മരമാണ്, വലിയതായ ജാതി മരമാണ് കണ്ടോ. അപ്പം എനിക്ക് കൂടുതലുമുള്ളത് അഗ്ലോണിമയ അങ്ങനെ വെയിൽ കൊള്ളണ്ടാത്ത ചെടികളാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ചെടികളാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പം മുറ്റത്തുള്ള ജാതിയുടെ ചുവട് ഞാൻ എത്ര ഉപകാരപ്രദമായിട്ടാണ് അത് വിനിയോഗിച്ചിരിക്കുന്നതെന്ന് ഇത് നോക്കിയാൽ മനസ്സിലാകും. അതും ചിലവ് കുറഞ്ഞ രീതിയിലാണ്. നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്നോർത്താണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10-20 വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു കമ്പിയാണ്. വീട് പണി നടക്കുന്ന കാലത്ത് മിച്ചമുള്ള കമ്പികൾ ഇതുപോലെ വാർക്കപ്പണിയുടെ കമ്പികളാണ്. പിന്നെ അതെടുത്ത് റൗണ്ടായിട്ട് വളച്ച് പിന്നെ മരത്തിന് ഇതാദ്യം എനിക്ക് ഒരു തെങ്ങിൻ്റെ ചുറ്റിലും വെച്ചിരിക്കുകയായിരുന്നു. അപ്പം തെങ്ങിൻ്റെ ചുറ്റിനും നമുക്ക് മുഴുവനോടെ കമ്പി അവിടെ വെച്ച് വെൽഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ 2 പീസായിട്ടാണ് ഞാനത് മുറിച്ച് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, 2 പീസാണ്. അത് മരത്തിൻ്റെ 2 സൈഡിൽ കൂടെ മരത്തിൻ്റെ അവിടെ കവർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിലാണ് ഞാൻ ചെടി അറേഞ്ച് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ആ 2 ഭാഗവും ഇങ്ങനെ കൊണ്ടുവന്ന് ജാതിയുടെ ചുവട്ടിലേക്ക് വെച്ചു. ഇതുണ്ടോ, 2 ഭാഗവും ഇങ്ങനെ വെച്ചു, ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു റൗണ്ടായിട്ട് കിട്ടി. ഇനി എങ്ങനെയാണ് ഇത് പ്ലാന്റ് വെച്ച് അത് ഭംഗിയാക്കുന്നതെന്നും അറേഞ്ച് ചെയ്യുന്നതെന്നും ഉള്ളത് കാണിച്ചു തരാം ഞാൻ.
മരത്തിൻ്റെ ചെടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇതുണ്ടോ, മരത്തിൻ്റെ തണലും കിട്ടും, സൂര്യപ്രകാശവും കിട്ടും, അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ട് ചെടി കരിഞ്ഞു പോവുകയില്ല. ജാതിയുടെ ചൂടിൻ്റെ ലുക്ക് തന്നെ മാറി ഭംഗിയായി. വെറുതെ മരത്തിൻ്റെ ചൂട് കാണുന്നതിനേക്കാളും ചെടികളുടെ സംരക്ഷണവുമായി ഭംഗിയുമായി. കണ്ടോ, ഈ കമ്പി റൗണ്ട് ചെയ്ത് വെച്ചതിന് കാരണം 2 ഹൈറ്റിൽ നമുക്ക് ചെടി അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയില്ലേ. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കി എല്ലാവരും. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഒരു ഭിത്തി ഞാൻ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഭിത്തിയിൽ നിന്നിങ്ങനെ ഇത് കണ്ടോ, ഡ്രില്ല് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചൊരു ആർച്ച് പോലെ ഉണ്ടാക്കിയിട്ട് അതിന് ഗ്രീൻ നെറ്റായിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഗ്രീൻ നെറ്റ്. അത് ഓർക്കിഡിന് എപ്പോഴും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഗ്രീൻ നെറ്റ്. പിന്നെ മുകളിൽ നിന്നുള്ള ഇല വീഴാതിരിക്കാനും കൊണ്ടും വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാനും കൊണ്ടും തണുപ്പ് അറ്റ്മോസ്ഫിയർ നല്ലതാണ് കേട്ടോ. തണുത്ത ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പം അതിന് ഞാൻ നടുക്കൂടെ ഒരു റോഡ് ഇട്ടിരിക്കുകയാണ്. അതിലാണ് ഈ ചെടികളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് കണ്ടോ, അപ്പുറത്തെ വീട്ടിൽ വർക്ക് നടക്കുന്ന കാരണം ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, സൗണ്ട് കേൾക്കുമ്പോഴേ ഒന്നും തോന്നരുത്. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ചെടികൾ വെച്ചിരിക്കുന്നതുണ്ടോ, ഭിത്തിയിൽ റിങ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിരിക്കുകയാണ്. ഉണ്ടോ, സൈഡ് ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഭിത്തിയിൽ റിങ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വെറും റൗണ്ട് കമ്പിയാണ്. അത് ഒരു ആവറേജ് സൈസ് റിങ് ഉണ്ടാക്കി അതിനൊരു പിന്നെ ചെറിയൊരു കമ്പി നീട്ടം കൊടുത്തിട്ട് അത് ഭിത്തി ഡ്രില്ല് ചെയ്ത് വാളിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ചെടികളിങ്ങനെ അതിൻ്റെ ഇതിലെടുത്ത് വെക്കാൻ എന്ത് നല്ല കണ്ടോ. ആ വെറുതെ കിടന്നിരുന്ന ഭിത്തി നമുക്ക് ഉപയോഗപ്രദമായില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓർക്കിഡ് വെക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ സമയത്ത് വെള്ളപ്പൊക്കം വന്ന സമയത്ത് അത് കേടായിപ്പോയി. അതുപോലെ തന്നെ ഇങ്ങപ്പുറത്തെ പറമ്പിലായിട്ട് വാഴക്കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം വാഴക്കൃഷി എന്ന് പറയുമ്പം ഒച്ചിൻ്റെ ശല്യം കൂടുതൽ ഉണ്ടാകും. വാഴയുടെ ഇലയൊക്കെ ഒച്ചിന് ഇഷ്ടമുള്ള സാധനമാണ്. ഒച്ചിൻ്റെ ശല്യം കൂടുതലാണ്. അപ്പം ഞാൻ ഓർക്കിഡുകളൊക്കെ വേറെ സ്ഥലത്തേക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഈ ഭിത്തി ഇങ്ങനെ റിങ് വെറുതെ കിടക്കുമല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ ഞാനെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഓർക്കിഡിന് വേണ്ടി കെട്ടിയ നെറ്റ് മുകളിലുള്ളത് കാരണം അതിൻ്റെ സൈഡിൽ ഇത് കണ്ടോ, അതിൻ്റെ സൈഡിൽ ഇത് മുകളിലത്തെ ഹുക്കയിൽ ഇതുപോലെ ഹാങ്ങിങ് പോട്ട് അറേഞ്ച് ചെയ്യാനും പറ്റി. അപ്പം അത് ഹാങ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനാ. ഇത് കണ്ടോ, ഇത് ഞാൻ ഓർക്കിഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ്. അതും നിങ്ങൾ നോക്കിക്കേ, 4 തട്ട് കണ്ടോ. ഈ സ്റ്റാൻഡ് നോക്കിയാൽ നമുക്ക് കാണാം മുകളിൽ നിറച്ച് ഹുക്കുകളുണ്ട്. ആ ഹുക്കുകളിലൊക്കെ നമുക്ക് ഒരുപാട് ചെടികൾ ഹാങ് ചെയ്തിടാം. പിന്നെ 1, 2, 3, 4 അങ്ങനെ 4 തട്ടുകളാണ് ഇതിനുള്ളത്. അപ്പം ഈ 4 തട്ടുകളിലും ചെടികൾ ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെടികൾ വെക്കത്തില്ലേ. ഒരേ പ്രതലത്തിൽ നിരത്തി വെക്കാനാണെങ്കിൽ ഒത്തിരി സ്ഥലം വരും. അപ്പം ഇങ്ങനെയൊക്കെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും നമുക്ക് ഇച്ചിരി ഒരു കലാവാസനയും, ഇത് എൻ്റെ ചെറിയൊരു കലാവാസന കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന മനുഷ്യരാണെങ്കിൽ ഇതിലും കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഇത് എൻ്റെ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഇങ്ങനെ നിൽക്കുന്നതാണ്. എനിക്ക് കുറച്ച് ഏരിയയിൽ എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ വെക്കാനുള്ളൂ. ബാക്കി മുഴുവൻ ജാതിയാണ്. ജാതിയുടെ ഇലയും കായും വീണ് കഴിയുമ്പോൾ ചെടി മിക്കവാറും സോഫ്റ്റായിട്ടുള്ള ചെടികളൊക്കെ ഒടിഞ്ഞു പോകും, ഇലയൊക്കെ വീണ് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്തെ ഗുണങ്ങളും അതുപോലെ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക. ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. ഇത് ഞാൻ നേരത്തെ മണി പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് കാണിച്ചിട്ടുള്ളതാണ്. വെറുതെ വേസ്റ്റായി കിടക്കുന്ന പൈപ്പുകൾ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണി പ്ലാന്റിൻ്റെ ചട്ടികൾ എടുത്ത് വെച്ചു. അതിൻ്റെ താഴെയാണെങ്കിൽ ഇപ്പോൾ 2 ലെയറായിട്ട് ചെടിയായില്ലേ, താഴെയായിട്ട് ചട്ടികളും വെച്ചു. അപ്പോൾ നമുക്ക് അത്രയും സ്ഥലം നമുക്ക് 2 തരം ചെടികളെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തില്ലേ. അപ്പോൾ ഇതുണ്ടോ, ഈ മരത്തിൻ്റെ ചൂടാണെങ്കിലും ഞാൻ വെച്ചിരിക്കുന്നുണ്ടോ, മരത്തിൻ്റെ ചില്ലകൾ. നിങ്ങളുടെ വീട്ടിൽ മാവോ അങ്ങനെ എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതെല്ലാം ചില്ലകളിലെല്ലാം കെട്ടിത്തൂക്കിയിടാം. അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ
വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.